നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ കണ്ണുകളും തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് എത്തുമ്പോൾ എങ്ങനെയാണ് ഭരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിവരങ്ങൾക്കും പുതിയ റിപ്പോർട്ടുകൾക്കും യാതൊരു പഞ്ഞവുമില്ല. ഇപ്പോൾ വരുന്ന പുതിയൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് ഒരു വ്യക്തി പ്രവചിച്ചിരുന്നു, ഒരു ജ്യോതിഷി. ആ ജ്യോതിഷി റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേലാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇതാ സർക്കാർ ഉദ്യോഗസ്ഥനായി നിയമനം. മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി രാധൻ പണ്ഡിറ്റിനെ നിയമിച്ചിരിക്കുകയാണ്. ഉത്തരവ് തമിഴ്നാട് സർക്കാർ പുറത്തിറക്കി. വിജയ് തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുമെന്ന് 2024 ഈ ജ്യോതിഷി പ്രവചിച്ചിരുന്നത്. ആ പ്രവചനം സഫലമായിരിക്കുന്നു. അതിനൊരു പ്രതിഫലമായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ സർക്കാർ ജോലി നൽകി ആദരിച്ചിരിക്കുന്നത്. വിജയിന്റെ ജ്യോതിഷി ആണ് ഇദ്ദേഹം. ആ നിലയിൽ നേരത്തെ ചെന്നൈയിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അദ്ദേഹം വളരെ സുപരിചിതനാണ്. എല്ലാവർക്കും പരിചിതനായ ഒരു വ്യക്തി കൂടിയാണ് രാധൻ പണ്ഡിറ്റ്. വിജയ് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള മുഹൂർത്തം കുറിച്ചതും രാധൻ പണ്ഡിറ്റ് തന്നെയായിരുന്നു. തുടക്കത്തിൽ മെയ് 10 വൈകിട്ട് 3:45 സത്യപ്രതിജ്ഞ ചെയ്യാനാണ് വിജയ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ പിന്നീട് രാധൻ പണ്ഡിറ്റിന്റെ നിർദ്ദേശപ്രകാരം ആ സമയം മാറ്റി. അദ്ദേഹം നിർദ്ദേശിച്ച പ്രകാരം രാവിലെ 10 മണിയിലേക്ക് ഈ ഒരു സത്യപ്രതിജ്ഞാ സമയം മാറ്റുകയായിരുന്നു. എന്തായാലും റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ ആരാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. വേദിക് ജ്യോതിഷം, ന്യൂമറോളജി തുടങ്ങിയവയിൽ 40 വർഷത്തിലേറെ പരിചയമുള്ള വ്യക്തി. ഇന്ത്യയിലെ സെലിബ്രിറ്റി ജ്യോതിഷിമാരിൽ ഒരാൾ കൂടിയാണ് ഈ രാധൻ പണ്ഡിറ്റ്. രാഷ്ട്രീയ സിനിമാ രംഗത്തെ വ്യക്തികളുമായി വലിയ രീതിയിലുള്ള ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. പണ്ഡിറ്റ് വെട്രിവേൽ എന്ന് പൊതുവിൽ അറിയപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തെ. 2008 ഡൽഹിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. പിന്നാലെ രാധൻ പണ്ഡിറ്റ് എന്ന് പേര് മാറ്റുകയും ചെയ്തു. വിജയ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കസ്റ്റമർ, അതായത് ജയലളിത ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രമുഖർ രാധൻ പണ്ഡിറ്റിൻ്റെ നിത്യ സന്ദർശകരായിരുന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായി വിജയനെ അഭിനന്ദിക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ വ്യക്തികൾ നിരവധി പേരുണ്ട്. അതിൽ ഒരാൾ കൂടിയാണ് രാധൻ പണ്ഡിറ്റ്. വിജയ് TVK രൂപീകരിച്ചതു മുതൽ ആ പാർട്ടിയുടെ വലിയ രീതിയിൽ പിന്തുണച്ചിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിൽ വിജയ് സുനാമിയെ പോലെ ശക്തനാകുമെന്നായിരുന്നു രാധൻ പണ്ഡിറ്റിന്റെ പ്രവചനം. അതേപോലെ തന്നെ വലിയ സുനാമി പോലെ ഒരു വലിയ വിജയമാണ് വിജയ് നേടിയിരിക്കുന്നത്. എന്തായാലും ആ പ്രവചനമൊക്കെ സഫലമായതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹത്തിന് ഒരു സർക്കാർ ജോലി എന്ന പദവിയിലേക്ക് ആനയിച്ചിരിക്കുകയാണ് വിജയ് സർക്കാർ. അതേസമയം അണ്ണാ-DMKയിലെ വിമത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. വിമത വിഭാഗ നേതാവ് CV ഷൺമുഖത്തെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. TVK സർക്കാരിന് പിന്തുണ നൽകുമെന്ന് CV ഷൺമുഖത്തിന്റെ SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള വിമതർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അണ്ണാ-DMKയുടെ 30 MLA-മാരാണ് ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമിയുമായി ഭിന്നിച്ച് വിമത പക്ഷത്ത് ഇപ്പോൾ ആയിരിക്കുന്നത്. 47 MLA-മാരാണ് AIADMK ഉള്ളത്. ഇതിൽ 17 പേരുടെ പിന്തുണ മാത്രമേ നിലവിൽ പളനിസ്വാമിക്കുള്ളൂ എന്ന അവസ്ഥയിലാണ് അദ്ദേഹമായിരിക്കുന്നത്. മാത്രമല്ല അണ്ണാ-DMK പിളർത്താൻ ഉദ്ദേശമില്ല എന്ന് കഴിഞ്ഞ ദിവസം ഷൺമുഖം പറഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ DMKയുമായി 3 തവണയും TVKയുമായി 1 തവണയും ഏറ്റ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഷൺമുഖം വ്യക്തമാക്കുന്നത്. പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കണം, പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്, അതിനായി പാർട്ടി കൗൺസിൽ ചേരണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് പളനിസ്വാമിയോട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും DMKയുമായി സഖ്യമുണ്ടാക്കുമെന്ന അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഷൺമുഖം തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും വിജയ് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനമായിരുന്നു വിജയ് സർക്കാർ ആദ്യം തന്നെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. തമിഴ്നാട്ടിലെ 717 മദ്യശാലകൾ അടച്ചുപൂട്ടാൻ വിജയ് ഉത്തരവിടുകയുണ്ടായി. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെയായിരുന്നു വിജയുടെ തീരുമാനം. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ പരിധിയിലുള്ള മദ്യശാലകളാണ് അടച്ചുപൂട്ടുന്നത്. 717 ടാസ്മാക് ഔട്ട്ലെറ്റുകൾ 2 ആഴ്ചയ്ക്കകം അടച്ചുപൂട്ടണമെന്ന ഉത്തരവും തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു. മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട സർക്കാരിന് പിന്തുണയുമായി മക്കൾ നീതി മയ്യം നേതാവ് കമൽഹാസൻ MPയും നടൻ വിശാലും രംഗത്തെത്തി. ഒട്ടേറെ കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്ന പ്രഖ്യാപനമാണ് ഇതെന്നായിരുന്നു അവരുടെ പ്രതികരണം. മക്കൾ നീതി മയ്യം അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു മദ്യശാലകൾ പൂട്ടുമെന്നുള്ളത്. എന്തായാലും അത് TVKയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞുവല്ലോ എന്നൊരു ആശ്വാസം
വിശ്വാസം എന്നൊരു സന്തോഷവും കൂടി കമൽഹാസൻ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. മദ്യവിതരണം സർക്കാർ നിയന്ത്രിക്കണമെന്നും കമൽഹാസൻ ആവശ്യപ്പെടുകയുണ്ടായി. സർക്കാരിന്റെ തീരുമാനം മുൻപേ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞ വിശാൽ ഒട്ടേറെ സ്ത്രീകൾക്ക് അനുകൂലമായ തീരുമാനമാണിതെന്ന് വ്യക്തമാക്കി. എന്തായാലും ആ ഒരു തീരുമാനം ഏറ്റവും കയ്യടി അർഹിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് TVK സർക്കാർ പ്രാരംഭഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. എത്രത്തോളം പ്രാവർത്തികമാകും എന്നതും ഒരു ചോദ്യമായി തന്നെ ഒരു വശത്ത് നിൽക്കുകയാണ്. കേരളത്തിലും അത് നടപ്പിലായെങ്കിൽ എന്ന് പല വീട്ടമ്മമാരും ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് വിലക്കിയ മദ്രാസ് ഹൈക്കോടതിയുടെ നടപടി ചോദ്യം ചെയ്ത് TVK MLA ശ്രീനിവാസ സേതുപതി സുപ്രീം കോടതി. DMK നേതാവ് പെരിയ കറുപ്പനെ ഒരു വോട്ടിനാണ് സേതുപതി പരാജയപ്പെടുത്തിയത്. എന്നാൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയിട്ടില്ലെന്നും ഈ വോട്ടുകൾ തെറ്റായി മറ്റൊരു മണ്ഡലത്തിലേക്ക് അയക്കുകയായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി പെരിയ കറുപ്പൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിന് പിന്നാലെയാണ് തർക്കം നിലനിൽക്കുന്നതിനാൽ സേതുപതി വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കരുതെന്നും ഇത് സർക്കാരിനെ ബാധിക്കുമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരിക്കവെയാണ് ഇത്തരത്തിൽ അടിയന്തര സ്വഭാവം പരിഗണിച്ച് സേതുപതിയുടെ ഹർജി ഉടൻ തന്നെ പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയുണ്ടായി. ഇനി നമുക്ക് ഒരു പ്രതികരണം കൂടി നോക്കാം. അതായത് എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ ഒരു നിർണായക പ്രതികരണം വിജയ് സർക്കാരിനെ കുറിച്ച് നടത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ പണാധികാരത്തിൽ നിന്നുള്ള മാറ്റത്തിനായാണ് ജനങ്ങൾ വിജയിയെ തിരഞ്ഞെടുത്തതെന്ന് എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ. വിജയുടേത് BJP വിരുദ്ധ പ്രത്യയ ശാസ്ത്രമാണെന്നും TVK യുവാക്കൾക്കും യുവതികൾക്കും മികച്ച പ്രാതിനിധ്യം നൽകി വോട്ടർമാർക്ക് പണം നൽകാതെ വിജയിച്ചവരാണ് TVK സ്ഥാനാർത്ഥികളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിജയ് ദ്രാവിഡ രാഷ്ട്രീയം പിന്തുടരുന്ന ആളാണ്. വിജയ് മതേതരവാദിയെന്നും പെരുമാൾ മുരുകൻ വ്യക്തമാക്കി. മാത്രമല്ല ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവായത് കുടുംബാധിപത്യമല്ലെന്നും ഉദയനിധി DMK പ്രവർത്തകർ അംഗീകരിക്കുന്ന നേതാവാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്തായാലും ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഏറ്റവും നിർണായക ദിവസമാണ് വിജയെ സംബന്ധിച്ച്. രാവിലെ 9:30ക്കാണ് ചേരുന്നത്. 233 അംഗങ്ങളിൽ 120 MLA-മാരുടെ പിന്തുണയോടെയാണ് TVK സർക്കാർ രൂപീകരിച്ചത്. AIDMK-യിലെ വിമതപക്ഷം വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വിജയ് സർക്കാരിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ AIDMK-യിലെ EPS പക്ഷം വിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ AIDMK-ക്കും EPS-നും ഇന്നത്തെ ദിവസം നിർണായകം. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVK-ക്ക് 4 ദിവസം നീണ്ട രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷമാണ് സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചത്. 118 എന്ന കേവല ഭൂരിപക്ഷ മാന്ത്രിക സംഖ്യ തികയ്ക്കാൻ കഴിഞ്ഞതോടെയാണ് ഗവർണർ ആർലേക്കർ സർക്കാർ ഉണ്ടാക്കാൻ വിജയെ ക്ഷണിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.